വിദ്യാർത്ഥിയിലേക്ക് പോകുന്നു അതുൽ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാൻ. അതുൽ, ഒരു കെട്ടിടം തകർന്നു വീണു, അത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് ഭാഗ്യത്തിന് അധികം പേർക്ക് പരിക്കില്ല. ഈ മെഡിക്കൽ കോളേജിൽ പഴകിയ കെട്ടിടങ്ങളുടെ ഒരു അവസ്ഥ എന്താണ്? അപ്പോഴത്തെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു, അത് ദീർഘകാലമായി നീളുകയാണ് എന്നുള്ള വിമർശനം ഉയരുന്നുണ്ട്. എന്താണ് അതുലിന് കാണാനാകുന്നത്? നമ്മുടെ നിർമ്മാണ പ്രവർത്തകർ തീർന്ന അവസ്ഥയിലാണ് ഇപ്പം അവിടെ ഉള്ളത്. ആ പുതിയ സർജറി ബ്ലോക്കിന്റെ കാര്യത്തില് പിന്നെ ഈ ആ ബിൽഡിങ്ങിന്റെ കാലപ്പഴക്കം ചെന്ന ബിൽഡിംഗ് ആണ്. പക്ഷെ അത് പെട്ടെന്നൊരു അപകടം ഉണ്ടാവുന്ന തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നില്ല. ഷോക്കിംഗ് ആയ സംഭവമാണ് ഇപ്പൊ നടന്നിട്ടുള്ളത്. മഴ ശക്തമായ മഴ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുണ്ടല്ലോ, അതൊരു കാരണമായിരിക്കാം അല്ലേ? മഴ എന്തായാലും ഒരു കാരണമായിരിക്കാം. അല്ലാതെ നമ്മളത് പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു വീഴാൻ പോകുന്ന ഒരു ബിൽഡിംഗ് ആണെന്ന് ഒരിക്കലും തോന്നില്ല. ഈ അപകടാവസ്ഥയിലുള്ള കെട്ടിട ഭാഗങ്ങൾ ഉണ്ടോ അവിടെ ഇപ്പോഴും? ഹോസ്റ്റലിന്റെ ബിൽഡിംഗ് നല്ല രീതിയിൽ അപകടത്തിലാണ്. അത് കുറെ കാലമായിട്ട് അധികൃതരെ ചൂണ്ടിക്കാണിച്ചിട്ടും ഇപ്പോൾ അറ്റകുറ്റപ്പണി നടക്കുന്നുണ്ടെങ്കിലും അതൊരിക്കലും ശാശ്വത പരിഹാരമല്ല. അവിടെ അറ്റകുറ്റപ്പണിയേ നടക്കുന്നുള്ളൂ അല്ലേ? മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷെ കോൺക്രീറ്റ് പാളികളടക്കം ഇടിഞ്ഞു വീഴുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ കെട്ടിടം മാറ്റാനുള്ള ശ്രമം ആലോചനകളും ഇല്ല എന്നാണോ ഈ ഹോസ്റ്റൽ കെട്ടിടം? പല രീതിയിലുള്ള അതിനുവേണ്ടിയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചെറിയ അനുകൂലമായ മറുപടികൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ശാശ്വതമായിട്ടൊരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല പുതിയൊരു ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ കാര്യത്തിൽ. എന്താ നിങ്ങളുടെ ഹോസ്റ്റലിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് പറയൂ. അവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് റൂഫിലുള്ള കോൺക്രീറ്റ് പാളികൾ ഇടിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ ചോർച്ചയുണ്ട്, നല്ല രീതിയിൽ ചോർച്ചയുണ്ട്. ബാത്റൂമിന്റെ അവസ്ഥയൊക്കെ ഭയങ്കര ശോചനീയമാണ് സാഹചര്യമാണ് ഉള്ളത്. കറന്റ് ഇവിടെ അറ്റകുറ്റപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടർന്നു വീണ കോൺക്രീറ്റ് പാളികളിലൊക്കെ അവിടെ പുതിയ സിമെന്റ് ഇട്ട് ഫില്ല് ചെയ്ത് പെയിന്റ് അടിക്കുന്ന ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചെറുതായിട്ട് റിനോവേഷൻ നടക്കുന്നുണ്ട്. ഈ റൂമുകളിൽ ചോർച്ചയുണ്ട് അല്ലേ? ചോർച്ചയുണ്ട്. അപ്പം ഈ ചില റൂമുകൾ ഇപ്പൊ ചോർച്ച കാരണം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. എത്ര നില കെട്ടിടാണിത് ഹോസ്റ്റൽ? 2 നില കെട്ടിടമാണ്. ഗ്രൗണ്ട് ലെവൽ, അതായത് നമുക്ക് 2 ലെവലായിട്ടാണ് ഉള്ളത്. 2 ഗ്രൗണ്ട് ലെവൽ ഉണ്ട്. ആ 2 ഗ്രൗണ്ട് ലെവലിനും ഓരോ 2 നിലയായിട്ടാണ് ഉള്ളത്. പിന്നെ ഫസ്റ്റ് ഇയർ ബ്ലോക്ക് എന്ന താരതമ്യേന പുതിയൊരു കെട്ടിടം ഉണ്ട്. അത് 3 നിലയാണ്. അത് വലിയ കുഴപ്പങ്ങളില്ല. അത് താരതമ്യേന പുതിയൊരു കെട്ടിടമാണ്. അതുൽ താമസിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിൽ എത്ര വിദ്യാർത്ഥികൾ ഉണ്ടാകും? 250 മുകളിൽ വിദ്യാർത്ഥികളുണ്ട്. ഒരു മുറിയിൽ എത്ര പേരുണ്ടാവും? ഇവിടെ 3 മുകളിൽ ആൾക്കാരുണ്ട്. ഇപ്പൊ ഒരു മുറിയിൽ മാത്രമാണ്, പലയിടത്തായിട്ട് ഈ തരത്തിൽ ചോർച്ചയുടെ പ്രശ്നമുണ്ട് അല്ലേ? അപ്പോ അത് താൽക്കാലികമായി പരിഹരിക്കുന്നു, സിമെന്റ് ഇടുന്നു, അല്ലാതെ പുതിയൊരു കെട്ടിടം എന്നുള്ള ആലോചനയിലേക്ക് പോയിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ലാസ്റ്റ് ഒരു സിമെന്റ് പാളി ഇടിഞ്ഞ് വീണ് കുറച്ച് വാർത്തയൊക്കെ ആയ സമയത്ത് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം PWD ഈ അറ്റകുറ്റപ്പണി നടത്തുന്നത്. അപ്പൊ അവിടെ ആരോഗ്യമന്ത്രി വന്നിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യമന്ത്രി ഇപ്പൊ അതുൽ അവിടെയുണ്ടോ, സ്ഥലത്തുണ്ടോ? സ്ഥലത്തിൽ ഞാനിപ്പോ ഹോസ്റ്റലിലാണുള്ളത്. ഇവിടെ ഈ പരിശോധന നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ ഭാഗത്ത് ഏതായാലും അവിടെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. പക്ഷെ ഹോസ്റ്റലിന്റെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ സംഭവിക്കുക. അപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിക്കൂടെ? ഇപ്പോൾ ഈ ഒരു അനുഭവം കൂടി ഉണ്ടായ പശ്ചാത്തലത്തിൽ അപ്പം നമ്മൾ ഇതേപോലെ ഒരു സിറ്റുവേഷൻ, ഇതേപോലെ ആയിരിക്കില്ല ഹോസ്റ്റലിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായുള്ള അവസ്ഥ. അതെ, വിദ്യാർത്ഥികൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉള്ളതാണ്. അപ്പോ ഇതെന്തായാലും അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പം അതിനുവേണ്ടിയുള്ള നടപടി ചെയ്യുന്നതാണ്. നിങ്ങൾ പറയുമ്പോൾ ആ ഭാഗം ശരിയാക്കി തരും അല്ലേ? അത്രേ ഉള്ളൂ. അങ്ങനെ പറയുമ്പോൾ നല്ല കുറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ അറ്റകുറ്റപ്പണി നടക്കുന്നത്. നിങ്ങൾ പരാതിപ്പെട്ട ഉടനെ ഒന്നും നടപടി ഉണ്ടാവാറില്ല? പരാതിപ്പെട്ട ഉടനെ നടപടി ഉണ്ടാവാറില്ല. ശരി അതുൽ, താങ്ക് യു പ്രതികരിച്ചത്. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയാണ്. 250-ലധികം വിദ്യാർത്ഥികളുള്ള ഹോസ്റ്റൽ കെട്ടിടവും അല്പം അപകടാവസ്ഥയിലാണെന്ന് പറയുന്നു. പല മുറികളിലും ചോർച്ചയുണ്ട്. പഴകിയ കെട്ടിടമാണ്. കെട്ടിടവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഇതിനകം പലപ്പോഴായി വിദ്യാർത്ഥികൾ ഉന്നയിക്കുമ്പോഴും സിമെന്റ് ഇടുന്നതൊഴിച്ചുള്ള മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എന്ന് പറയുന്നു. അവിടെയും ഒരു ഭാഗം അടർന്നു വീട്ടിലുള്ള പ്രശ്നം നേരത്തെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അതുൽ ചൂണ്ടിക്കാണിക്കുന്നത്.